കടത്തനാടിൻ്റെ ഐശ്വര്യമായ ഭഗവതി കുടികൊള്ളുന്ന പുണ്യഭൂമി. അംഗത്തിന് പുറപ്പെടും മുമ്പ് കടത്തനാട്ടുകാർ ഉള്ളുരുകി പ്രാർത്ഥിച്ചിരുന്ന ഈ ക്ഷേത്രത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? വടക്കൻ പാട്ടിൻ്റെയും കളരിയുടെയും ചരിത്രമുറങ്ങുന്ന വടകരയുടെ മണ്ണിൽ നിന്ന് കുറച്ചു കിഴക്കാണ് പ്രശസ്തമായ ലോകനാർക്കാവ് ക്ഷേത്രം. ഇവിടുത്തെ ആൽത്തറ, ചുവർച്ചിത്രങ്ങൾ, ദാരുശില്പങ്ങൾ എന്നിവയെല്ലാം ക്ഷേത്ര പ്രൗഢിയോടൊപ്പം തന്നെ കേരളീയ കലാപാരമ്പര്യത്തിൻ്റെ തനിമയും മനോഹാരിതയും വിളിച്ചോതുന്നതാണ്. പണ്ട് ലോകനാർക്കാവ് കടത്തനാട്ട് തമ്പുരാക്കന്മാരുടെ പരദേവതാ ക്ഷേത്രമായിരുന്നു. മലയും ആറും കാവും ഒത്തുചേർന്ന ലോകമലയാർക്കാവ് എന്ന പേരുണ്ടായി. അത് പിന്നീട് ലോകനാർക്കാവായി എന്നുമാണ് ഐതിഹ്യം. ഇവിടുത്തെ ഭഗവതി ലോകനാർക്കാവിലമ്മ അഥവാ ലോകാംബിക എന്നാണ് അറിയപ്പെടുന്നത്. ഭദ്രകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്ന 3 പ്രധാന ഭാവങ്ങളുടെ ഏകരൂപമാണ് ആരാധിച്ചു പോരുന്നത്. ഭഗവതി ക്ഷേത്രത്തെക്കാൾ പഴയതാണ് തൊട്ടടുത്തു തന്നെയുള്ള മഹാവിഷ്ണുവിനും പരമശിവനുമായുള്ള 2 ക്ഷേത്രങ്ങൾ. 1500 വർഷത്തെ പഴക്കം ക്ഷേത്രത്തിനുണ്ടാകുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. വർഷങ്ങൾക്ക് മുൻപ് ഉത്തരേന്ത്യയിൽ നിന്നും വന്ന 500 രത്നവ്യാപാരികളായ നാഗരികർ അവർ ഉപാസിക്കുന്ന ഭഗവതിയുമായി വടകരയ്ക്ക് സമീപം പുതിയ പട്ടണം എന്ന സ്ഥലത്തെത്തി. പക്ഷേ നാട്ടുകാരിൽ ചിലർ എതിർത്തപ്പോൾ സമീപത്തുള്ള കൊടക്കാട്ടു മലയിലെത്തി ഇവർ ഭഗവതിയെ പ്രാർത്ഥിച്ചു. അപ്പോൾ പരാശക്തി പ്രത്യക്ഷപ്പെട്ട കൂട്ടത്തിലെ കാരണവരോട് ഒരു അമ്പെയ്യാനും അത് ചെന്ന് തറയ്ക്കുന്നിടത്ത് താൻ ഇരുന്നു കൊള്ളാമെന്നും പറഞ്ഞു. ആ അമ്പ് ഒരു മരത്തിലാണ് ചെന്ന് തറച്ചതെന്നും ആ മരമാണ് ക്ഷേത്രത്തിലെ ചൈതന്യം കുടികൊള്ളുന്ന മണിത്തൂണെന്നുമാണ് ഐതിഹ്യം. മഹാവിഷ്ണു ക്ഷേത്രത്തിന് നാലമ്പലത്തിനകത്തുള്ള അകംതിണ്ണയിലാണ് ഭഗവതി ആദ്യം പ്രത്യക്ഷപ്പെട്ടത് എന്നാണ് വിശ്വസിച്ചു പോരുന്നത്. ക്ഷേത്രത്തിനടുത്ത് ഭഗവതിയുടെ സ്തുതിഗീതം പാടാനുള്ള പാട്ടുപുരയുണ്ട്. ഭഗവതി ക്ഷേത്രത്തിൻ്റെ പണി പൂർത്തിയാകുന്നതുവരെ പാട്ടുപുരയിലാണ് ദേവിയെ കൂടിയിരുത്തിയിരുന്നത്. പ്രധാന ഉത്സവമായ പൂരത്തിന് ആറാട്ടുകഴിഞ്ഞ് പാട്ടുപുരയിലേക്ക് ദേവിയുടെ എഴുന്നള്ളത്തും നടത്തും. കേരളത്തിലെ വടക്കൻ വീരഗാഥകളിലെല്ലാം തന്നെ ലോകനാർക്കാവ് ഭഗവതി ക്ഷേത്രം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. തച്ചോളി ഉദയനൻ ആരാധിച്ചിരുന്നതായി ഐതിഹ്യമുള്ളതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം. ഉദയനൻ ലോകനാർക്കാവിൽ സമ്മതം വാങ്ങി പ്രാർത്ഥിച്ചേ അംഗത്തിന് പുറപ്പെടുമായിരുന്നുള്ളൂ. അത് പിന്തുടർന്ന അരങ്ങേറ്റത്തിനു മുൻപ് എല്ലാ കളരിപ്പയറ്റ് വിദ്യാർത്ഥികളും ഈ ക്ഷേത്രത്തിലെത്തി വണങ്ങുന്ന പതിവ് ഇവിടെ ഇന്നും നടക്കുന്നുണ്ട്. 8 ദിവസം നീണ്ടു നിൽക്കുന്ന മീനമാസത്തിലെ പൂരമാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം. കൊടിയേറ്റത്തോടെയാണ് പൂരം തുടങ്ങുന്നത്. ഉത്സവം ആറാട്ടോടെ സമാപിക്കും. 30 ദിവസം നീണ്ടു നിൽക്കുന്ന വൃശ്ചിക മാസത്തിലെ മണ്ഡലവിളക്കം പ്രധാനമാണ്. തച്ചോളിക്കളി എന്ന കലാരൂപമാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. തീയമ്പാടി കുറുപ്പുകൾ അവതരിപ്പിക്കുന്ന ഈ കലാരൂപത്തിന് കളരിപ്പയറ്റുമായി നല്ല സാമ്യമുണ്ട്. അതുപോലെ തന്നെ ലോകനാർക്കാവിലെ തോറ്റം ചൊല്ലലും നഗരപ്രദക്ഷിണവും വളരെ പ്രസിദ്ധമാണ്. ഗജവീരന്മാരുടെ അകമ്പടിയോടെ എഴുന്നള്ളത്ത് കടന്നു പോകുന്ന വഴിയിൽ കരിയില കൂട്ടിയിട്ട് തീയിട്ടും പടക്കം പൊട്ടിച്ചുമാണ് സ്വീകരിക്കുക. ഇവിടുത്തെ ആറാട്ടിന് പറയുക പൂരം കളി എന്നാണ്. മലബാറിലെ മറ്റു ക്ഷേത്രങ്ങളിലെ പൂരം കളിയിൽ നിന്നും വ്യത്യസ്തമായി നട അടച്ചു കഴിഞ്ഞ ശേഷമേ കളി തുടങ്ങൂ. പൂരമാല ചൊല്ലുമ്പോൾ ദേവിയും കളിയിൽ പങ്കെടുക്കുമെന്നാണ് വിശ്വസിച്ചു പോരുന്നത്. നിരപരാധിത്വം തെളിയിക്കാൻ ലോകനാർക്കാവിലെ സത്യം ചെയ്യൽ വിപുലമായ ചടങ്ങായിരുന്നു. ഇപ്പോൾ സത്യം ചൊല്ലൽ മാത്രമേ നടത്താറുള്ളൂ. വൃശ്ചികം 1 നടക്കുന്ന വാൾ എഴുന്നള്ളത്ത് ഇവിടുത്തെ മറ്റൊരു പ്രധാന ചടങ്ങാണ്. കളരി അഭ്യാസത്തിന് പ്രശസ്തമാണ് കടത്തനാട്. ലോകനാർക്കാവ് ക്ഷേത്രം പ്രസിദ്ധമായത് കടത്തനാടൻ കളരിക്കാരിലൂടെയാണ്. ക്ഷേത്രത്തിലെത്തി തൊഴുത് അംഗത്തിൽ പോരാട്ട വീര ചരിത്രമെഴുതിയ ആ പാരമ്പര്യം ഇന്നും ഇവിടുത്തെ ഓരോ മണൽത്തരികളെയും പുളകമണിയിക്കുന്നു.